ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫീഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ? അതിന് വേണ്ടിയിട്ടാണേ. നമ്മൾ ഗോദ്രേജിൻ്റെ മിൽക്ക് മോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പശുവിന് അറൗണ്ട് ഒരു 9-10 ലിറ്റർ കറക്കുന്ന പശുവിന് നമ്മളിടുന്നത് 2.5 കിലോ പെൻലെറ്റാണേ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സ് ഫീഡ് ശ്രീ ശാന്താമണി മിൽസാണ്. ഇവിടെ ലോക്കലാണ്. ഇവിടുന്ന് നമ്മൾ തമിഴ്നാട്ടിലാണ് ഇതുള്ളത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് നല്ല പാല് കിട്ടുന്നുണ്ട് ഇതിൽ. थोड़ा निकाल दो, 2.5 किलो. ഇതും 2.5 കിലോ ഡാൽ ദോ. പിന്നെയുള്ളത് നമ്മുടെ കപ്പ. ഇത് വെള്ളക്കപ്പയാണേ. ചുവന്ന കപ്പയും വരാറുണ്ട് ചില സമയത്ത്, പക്ഷേ വെള്ളക്കപ്പയാണ് നല്ലത്. അവൈലബിലിറ്റി അനുസരിച്ചാണ് കിട്ടുക. ഇത് നമുക്ക് ഇത് അറൗണ്ട് തോട ഉണ്ടാകും. ഇത് അറൗണ്ട് 2 കിലോ. कम कर दो, 2 किलो कर दो. വെള്ളക്കപ്പ 2 കിലോ. നമ്മളിവിടെ പിന്നെ ബിയർ വേസ്റ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ ബിയർ വേസ്റ്റ് നമുക്ക് 470 45 കിലോൻ്റെ ബാഗ് വരുന്നത്. കപ്പ വന്നിട്ട് 320 രൂപ ഒരിതിന്. ഉദ്യോഗത്തിന് കടകളിലേക്കൊക്കെ ഇടാറുണ്ട്. മറ്റേ ബിയർ വേസ്റ്റ് നമ്മൾ 2 കിലോ ഇടാറുണ്ട്. डाल दो बस, डाल दो. ഇതാണ് നമ്മൾ ഫീഡായിട്ടിടുന്നത്. നേരത്തെ നമ്മൾ മറ്റേ മക്കാച്ചോളത്തിൻ്റെ പിണ്ണാക്ക് ഇടുമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ മിക്സ് ഫീഡിൽ മക്കാച്ചോള പിണ്ണാക്ക് ആൾറെഡി മിക്സായി വരുന്ന കാരണം മക്കാച്ചോള പിണ്ണാക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കാൽശക്തി അത് കൊടുക്കുന്നുണ്ട്. ഇതില്ലേ കാൽശക്തിയുടെ മിക്സാണ്, കാൽസ്യം. ഇത് നമ്മൾ അറൗണ്ട് ഒരു പശുവിന് അറൗണ്ട് ഒരു 50 ml വരുന്ന പോലെ നമ്മളൊരു പശുവിന് ഒഴിക്കാറുണ്ട്. പിന്നെ കല്ലുപ്പ് ഒരു കൈപ്പിടി അറൗണ്ട് 100-120 ഗ്രാമിനടുത്ത് വരും. ഇത് കല്ലുപ്പ് നമ്മൾ മറ്റേ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഇതും സോഡ പൊടിയും കൂടെ നമ്മൾ കൊടുക്കും. ഇതും അറൗണ്ട് ഒരു 50 ഗ്രാം വരുന്ന രീതിക്ക് സോഡാപ്പൊടി ഇതിനകത്ത് നമ്മൾ കൊടുക്കും. പിന്നെ ഇത് നമ്മുടെ മിനറൽ മിക്സർ ബെസ്മിൻ ഗോൾഡ്. ഇതും നമ്മൾ അതേപോലെ ഒരു 50 ഗ്രാം വരുന്ന രീതിക്ക് അതും നമ്മൾ കൊടുക്കാറുണ്ട്. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്. ഇത് അറൗണ്ട് 9-10 ലിറ്റർ കറക്കുന്ന പശുവിനുള്ള കണക്കാണ്. ഇതിന് കൂടുന്തോറും നമ്മളൊരു ലിറ്ററിന് 400 ഗ്രാം എന്നുള്ള കണക്കിൽ ഇതിൻ്റെ മിക്സ് കൂട്ടും. കൂട്ടുന്ന സമയത്ത് നമ്മൾ ബിയർ വേഷും കപ്പയും കൂട്ടാറില്ല. പെല്ലറ്റും മറ്റേ തവിട് മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ മിക്സ് തവിട്, അത് മാത്രമാണ് നമ്മൾ കൂട്ടുക. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അറൗണ്ട് ഇതെല്ലാം കൂടെ കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 265 രൂപ അറൗണ്ട് ചിലവ് വരുന്നുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇത് നമ്മൾ പകരം ഇത് ടബ് ഒരു 1.25 കിലോ വെയിറ്റ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് 10 കിലോ ഷാർപ്പ് കാണിക്കുന്നുണ്ട്. അറൗണ്ട് 9.5 കിലോ ഫീഡ് ഉണ്ടാവും ഇതിനകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് നമ്മൾ ഫാമിൽ കൊടുക്കുന്ന ഫീഡിൻ്റെ അളവ്. ചില ആൾക്കാർ ഇത് കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ, നമ്മുടെ ഫാമിൽ വന്ന ആൾക്കാർ. പക്ഷേ നമ്മൾ പാലിന് മാത്രം നോക്കിയിട്ടല്ല, പശുവിൻ്റെ ആരോഗ്യത്തിനും കൂടെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ സൂപ്പർ നേപ്പിയർ വെട്ടിയിട്ട് ഇതേപോലത്തെ ടബിൽ ഒരു 1.5 ടബിൻ്റെ കണക്ക് ഒരു നേരം കൊടുക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും ഈ കൊടുക്കുന്ന ഈ മിക്സും സൂപ്പർ നേപ്പിയർ ഇതിൻ്റെ ഒരു 1.5 ടബും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്. പിന്നെ വെള്ളം പശുവിന് ഇഷ്ടം പോലെ ആവശ്യത്തിനുള്ളത്ര ബൗൾ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്.
അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ കാര്യദർശി, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മൂപ്പര. ഓക്കെ, രാജ് സൂണ ഒറീസക്കാരനാണേ. അവൻ്റെ ചിരിയുണ്ടോ? ഓക്കെ, ആൾ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, ബാലവേലയൊന്നും ചെയ്യിപ്പിക്കുകയല്ലേ. 23 വയസ്സായി അവന്. ഓക്കെ, ഈ ഡിസംബർ വരെ ഉണ്ടാവുള്ളൂ അവൻ. അത് കഴിഞ്ഞാൽ നാട്ടിൽ പോവാം. നാട്ടിൽ അടിപൊളി സെറ്റപ്പുള്ള കക്ഷിയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഒരു സെറ്റ് നമ്മുടെ അടുത്തായി, 6 മാസമായി ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ. ഓക്കെ, ശരി, ബൈ എല്ലാവർക്കും.